ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ GTA സാൻ ആൻഡ്രിയസും കാര്യങ്ങളാണ് ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇച്ചിരി വെറൈറ്റിയാണ്. നമ്മുടെ GTA സാൻ ആൻഡ്രിയസിൽ ഒരു അടിപൊളി ഇന്ത്യൻ കാറും കാര്യങ്ങളും നമുക്ക് റോപ്പ് ചെയ്യണം കേട്ടോ. അപ്പം അത് ഇവിടെ തന്നെ ഒരു വലിയൊരു ആളൊരു വണ്ടിയും കാര്യങ്ങളാണ് പുള്ളിക്കാരൻ. അതിപ്പം പുള്ളിക്കാരൻ ഒളിവിലും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഒരു ഫാം ഹൗസിലും കാര്യങ്ങളാണ് ആ ഒരു വണ്ടിക്കാരെ ഒതുക്കിയിട്ടേക്ക്. നമുക്ക് എന്തായാലും അത് എടുക്കണം. കാരണം അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം റയർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ റയർ അല്ല, ബട്ട് അതിൻ്റെ അകത്ത് സ്വർണ്ണമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പുള്ളിക്കാരൻ ഭയങ്കര റിച്ചാണ് കേസ്. ഇപ്പം എന്തോ ഒരു കേസിൽ ഒളിവിലാണ് ആ ഒരാൾ. അപ്പം സംഭവം എന്ന് പറയുമ്പം ആ ഒരു മാഫിയ എന്ന് വിളിക്കാം നമുക്ക്. ഓക്കെ, ആ ഒരു മാഫിയ ബൂസിൻ്റെ വണ്ടിക്കകത്ത് ഡയമണ്ട്സും സ്വർണ്ണമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടി ലീക്ക്. ഇപ്പം നമുക്ക് ആ ഒരു വണ്ടി എടുത്തിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചേക്കും. വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഡയമണ്ട് എടുത്തിട്ട് നമ്മളങ്ങ് കളയും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമുക്കിവിടെ അടുത്തായിട്ട് ആണെന്നാണ് ഗിസ് അറിയാൻ കഴിഞ്ഞത്. മണ്ടയിലായിട്ടൊരു റോഡ് കാണുന്നുണ്ട്. ആ ഒരു ഫാം ഹൗസിലോട്ടാണെന്ന് അറിയില്ല. ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഗിസ്. അഥവാ അവിടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഇവിടെ നാളൊന്നുമില്ലെന്നാണ് ഗിസ് തോന്നുന്നത്. എൻ്റെ പൊന്നോ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതൊരു ഫോർച്യൂണറല്ലേ. നമ്മുടെ ബൈക്ക് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് വെക്കണമല്ലോ. ഇങ്ങോട്ട് ഒതുക്കാം. എൻ്റെ പൊന്നോ ഗൈസ്, അതൊരു ഫോർച്യൂണറാണ് ഗൈസ്. എടാ പുളി ഗൈസ്, ഇതൊരു ഫോർച്യൂണറാണ്. ആ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കിയാണ് ഗൈസ്. ZG 2021 സെറ്റ് വണ്ടി കേട്ടോ. വണ്ടി ഓണായിരുന്നു, എന്താ അറിയില്ല. നമുക്ക് എന്തായാലും വണ്ടി ചേഞ്ചിന് എടുക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് ആരും ഇല്ല, കാരണം ഇന്ന് അലോവിയും ഫെസ്റ്റിവൽ ആയതുകൊണ്ട് എല്ലാവരും സിറ്റിയിലായിരിക്കും. എടാ സെറ്റ് വണ്ടി കേസ് ഫോർച്യൂണർ. വാ, ജസ്റ്റ് ഒന്ന് റൈഡ് പോയി നോക്കാം. ഓഫ് റോഡ് കിങ് കേസ്. ഇത് നമ്മുടെ ഫോർച്യൂണർ ഫസ്റ്റ് എഡീഷനും കാര്യങ്ങളാണ്, ഫസ്റ്റ് ജനറേഷനാണ്. എടാ സീൻസ് ആണ് കേട്ടാ. പോളി 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 ഏതാ സാധനമല്ലേ. നമുക്ക് ഓട്ടിച്ച് കുറേ ദൂരം വന്നു. നമുക്ക് ഫസ്റ്റത്തെ കാര്യം എന്താണ്, നമ്മുടെ ഈ ഒരു വണ്ടി റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു മാഫിയയുടെ തലവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഫസ്റ്റ് തന്നെ ഒരു വണ്ടിയും കാര്യങ്ങളും എവിടെയെങ്കിലും കൊണ്ടുപോകണം. നമുക്ക് പെയിൻറ്റ് മാറ്റണം കേസ് ഈ ഒരു വണ്ടിയുടെ. അപ്പം നമുക്ക് മാപ്പിൽ പെയിൻറ്റ് ഷോപ്പ് ഇപ്പോൾ എവിടെ ഉണ്ട്? നമുക്ക് എന്തായാലും സിറ്റി വരണം. അപ്പോൾ സിറ്റി ഇവിടെയാണെങ്കിൽ നന്നായിട്ട് പെയിൻറ്റ് മാറ്റണം കേസ് വണ്ടി. ഇവിടെ നിന്ന് പെയിൻറ്റ് ഷോപ്പോ കാര്യം കാണാനില്ല. നോക്കാം കേസ്. നമുക്ക് എന്തായാലും പെയിൻറ്റ് ഷോപ്പിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു പെയിൻറ്റ് ഷോപ്പ് വെച്ചില്ലെങ്കിലും നമുക്ക് ഓക്കെ കേസ്. നമ്മുടെ ജിമ്മിയും കാര്യങ്ങളും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജിമ്മി പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജിമ്മിക്ക് അറിയാവുന്ന ഒരു പെയിൻറ്റ് ഷോപ്പും കാര്യങ്ങളും ഇവിടെ അടുത്തുണ്ട്. പെയിൻറ്റ് ഷോപ്പ് എന്ന് പറയാൻ കഴിയില്ല, ഒരു വീട് സെറ്റപ്പാണ്. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് കാര്യം മാറ്റിത്തരും. അപ്പം അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബ്ലാക്ക് മാത്രമാണ്. കാരണം എന്ന് പറയുമ്പം അടിക്കാൻ ഈസി ഇതാണ്. കാരണം ഇതിൻ്റെ മണ്ടേക്കൂടെ ഒരു ബ്ലാക്ക് എങ്ങോട്ട് അടിച്ചു കൊടുത്താൽ അത് പിന്നെ സീനില്ല. നമുക്ക് ഏതൊക്കെയോ വഴികളുണ്ടെങ്കിൽ സ്കെയർ ചെയ്ത് എൻ്റെ പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ വന്ന വഴി മറന്നു കേട്ടോ നൈസിന്. നമുക്കിപ്പോൾ സിറ്റിയിലോട്ട് കയറാൻ ഏതാ വഴി? അപ്പോൾ സിറ്റി അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇത് ഫുള്ള് റോക്സാണ് കേട്ടോ. റോക്ക് വഴിയാണ് നമ്മൾ കയറുന്നത്. ഇത് നമ്മുടെ ഇരിക്കുന്നത് ഫോർച്യൂണർ ഫസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് സീനില്ല. ബ്രേക്ക് പിടിച്ചിട്ട് ഒരു സാധനം നിൽക്കാതെയാണ് ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ പവറെ ഏതാ പവറേഷ സാധനം. അപ്പം വീഡിയോയിലും ലൈക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ജസ്റ്റ് എന്തായാലും സബ് ചെയ്യണം കേട്ടോ. അപ്പം മറക്കല്ലേ, നമ്മൾ GTA സാൻ ആൻഡ്രിയസിൻ്റെ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഇടുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും സബ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ GTA സാൻ ആൻഡ്രിയസിൻ്റെ വീഡിയോസ് ഇനി മാക്സിമം കൂടുതൽ ഇടുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏതോ ട്രെയിൻ പാളത്തിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. എന്താ ഈ ഫോർച്യൂണർ കൺട്രോളില്ല. എനിക്ക് തോന്നുന്നത് വണ്ടി വേറെ ആരോ കൺട്രോൾ ചെയ്യണമല്ലോ തോന്നുന്നു ഗീസ്. കാരണം നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്ക് നിൽക്കണില്ല. ലൈക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പെയിൻറ്റ് മാറ്റാം ഗീസ്. പെയിൻറ്റ് എന്തായാലും മാറ്റാം. സോ ഗൈസ്, നമ്മളെന്തായാലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളൊരു വൈറ്റ് കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ജിമ്മി വിളിച്ച് പറഞ്ഞ ആ ഒരു സ്ഥലത്തും കാര്യങ്ങളല്ല ഗീസ് നമ്മൾ പെയിൻറ്റ് അടിച്ചേക്കണത്.
സോ ഗൈസ് നമ്മൾ അവിടെ നിന്നും കാര്യങ്ങളല്ല പെയിൻ്റ് അടിച്ചത്, നമ്മൾ വേറെ സ്ഥലത്തൊന്നും കാര്യങ്ങളാണ് ഗീസ് പെയിൻറ്റും കാര്യം അടിച്ചത്. ഇപ്പം നമ്മൾ ഓരോ ഫോർച്യൂണർ സെറ്റ് സാധനമായിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ പിറകേറ്റ് എന്തൊക്കെ സീൻ വരുമെന്ന് അറിയില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ഗണ്ണ് വാങ്ങണം ഗീസ്. ഓക്കെ ഓക്കെ, ഇവിടെ ഗൺ ഷോപ്പ് ഉണ്ടല്ലോ. ഓക്കെ, അതാണ് ഗീസ് ഗൺ ഷോപ്പ്. നമുക്ക് എന്നാലും ഗണ്ണ് വാങ്ങണം. കാരണം ഇതിൻ്റെ പിറകെ ഇനിയിപ്പോൾ എന്തൊക്കെ കേസാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ചിലപ്പോൾ ഒരു ഗണ്ണൂരും ഇല്ല. നമുക്ക് എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വാങ്ങണം. സൈസ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടും കാര്യം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങാം. എന്നിട്ട് നമുക്ക് ഗ്രാനൈഡ് വേണം കേട്ടോ. ഇത് വാങ്ങാം ഗൈസ്. നമുക്ക് അത് വാങ്ങാം. പിന്നെ മെയിൻ അസാൾട്ട് ഗൺസിൽ AK-47 വാങ്ങാം. ഓ ഏതാ AK-47? ഓക്കെ മതിയല്ലോ ഗൈസ്. AK-47 ഗ്രാനൈഡ് ഓക്കെ സെറ്റാണ്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അകത്ത് പൊട്ടിയിട്ടുണ്ട് സാധനം. പൈറേഷൻ അടിച്ചായിരുന്നു. സോ നമുക്കതായാലും ഗണ്ണ് ഇപ്പം നമുക്ക് AK മാത്രം മതിയായിരുന്നു. പിന്നെ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ബോംബ് കാര്യങ്ങൾ വാങ്ങിച്ചത്. അപ്പം നമുക്കിനിയിപ്പം ഇതാണ് കേസ്. ഇവിടെ വണ്ടിയും കാര്യം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും സെറ്റപ്പോ കാര്യങ്ങളോ വരുമെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ മാൻഷനും കാര്യങ്ങളും അടുത്തുണ്ട്. മാൻഷൻ എന്ന് പറയാൻ കഴിയില്ല കേസ്, ജസ്റ്റ് ഒരു വീട്. നമുക്കിവിടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നാൽ നേഴ്സിനെ അങ്ങോട്ട് ഇങ്ങനെ കയറ്റാൻ വേണ്ടി. ഓക്കെ, സോ അതാണ് വീട്. നമുക്ക് എന്തായാലും ഗ്യാരേജിൽ വേറെ വണ്ടി കാണും. നമ്മൾ ഓൾറെഡി റിച്ചാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടിയല്ല ഗൈസ്. ഈ ഒരു വണ്ടി നമുക്കാണെങ്കിൽ 1, 10, 6 എത്ര വേണമെങ്കിലും 6 വേണം വാങ്ങാൻ. കാരണം അത്രയും സ്വത്ത് എനിക്കുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു ഗോൾഡ് സ്വർണ്ണം അതിന് വേണ്ടിയാണ് ഗൈസ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോൾ നമുക്കൊരു പണി കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും വണ്ടി അറിഞ്ഞ കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വണ്ടി റോപ്പ് ചെയ്ത കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിൽ പിറകെയായിട്ട് സീനും കാര്യങ്ങളും വരും. കാരണം എന്ന് പറയുമ്പോൾ വണ്ടി എടുക്കാനില്ലായിരിക്കും, നമ്മളെ കൊല്ലാനും ഡയമണ്ട്സ് ആ ഒരു ഗോൾഡ്സും എല്ലാം എടുക്കാനായിരിക്കും. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇനിയിപ്പം നാളെ ഈ വണ്ടി ഗ്യാരേജ് കയറ്റി ഫുള്ള് പൊളിച്ച് വണ്ടിക്കകത്തുനിന്ന് ഡയമണ്ട്സും ഇതും കാര്യങ്ങളും എടുക്കണം. നമ്മൾ ഓൾറെഡി റിച്ചാണ്. ഇതിന് ഒരു വലിയ ഡീലും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഈ ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റണം. നമ്മൾ ഈ ആൾ തന്നെ മാറുകയാണ്. നമ്മൾ CJ എന്ന് പറയുന്ന ഒരു ആൾ തന്നെ മാറുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പിറകെയായിട്ട് എന്തൊക്കെ കേസാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം ചാനലെല്ലാം സബ് ചെയ്ത് വെച്ചിരിക്കണം, വീഡിയോയും കാര്യം ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഫോർച്യൂണർ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്. അപ്പം സി യു. അപ്പം പുതിയ കാണുന്നവർക്ക് ബൈ ഗൈസ്.